ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, തൈര് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കാണാം. ക്ലീൻ ചെയ്ത ചിക്കൻ എല്ലോട് കൂടി 1.5 കിലോ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3 ടീസ്പൂൺ ഉപ്പുപൊടി, 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പുളിക്കാത്ത തൈര് ഇത് 1/2 ലിറ്റർ വരും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പുരട്ടി വെച്ച് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ മുറിച്ച ശേഷം ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി കുക്കറിൽ വെച്ചിട്ട് അത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ചെറിയ ബർണറിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത ശേഷം നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പെരുംജീരകം ചതച്ച് 2 ടീസ്പൂൺ, വലിയ ജീരകമാണ്. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർക്കാം. കൂടെ പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതുപോലെ വഴന്നാൽ മതി, ചുവപ്പ് കളറൊന്നും ആകണ്ട. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ ചേർക്കാൻ. നല്ല എരിവുള്ള മുളകാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇത്രയും വെള്ളം ചിക്കനിലുണ്ടായിരുന്ന നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിൽ വഴറ്റി വെച്ചിരിക്കുന്ന മസാല ചേർത്തൊന്ന് ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റിച്ചെടുത്താൽ മതിയാവും. ഇനി 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടും. പഞ്ചസാര ചേർത്താൽ അറിയേയില്ല. നല്ല എരിവുള്ള ചിക്കൻ കറിയുമായത്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. 1.5 കിലോ ചിക്കന് വേണ്ട തൈരിൻ്റെയും മസാലയുടെയും കണക്കാണ് ഞാൻ പറഞ്ഞത്. അളവ് കൂടുന്നതനുസരിച്ച് കൂട്ടി ചേർക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ചിക്കന് തൈര് ചേർക്കുമ്പോൾ പുളി ഇല്ലാത്തത് തന്നെ ചേർക്കണം, ഇല്ലെങ്കിൽ ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ലേ. ഗ്രേവി ലൂസായിട്ട് എടുക്കുകയാണെങ്കിൽ സ്പൂൺ കൊണ്ട് നമുക്ക് കോരി കുടിക്കാൻ സൂപ്പ് പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാകും, ബട്ടറൊക്കെ ചേർത്തതുകൊണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.